കുട്ടിയുടെ വാപ്പ ഗൾഫിൽ പോയതിന് ശേഷമാണ് ഇപ്പോൾ ഇത് മുറി അല്ലെങ്കിൽ സ്കൂളിൽ വന്നപ്പോൾ കാണാൻ പറ്റിയത്. തീപ്പൊള്ളിയെ വാരിയൊക്കെ ഉണ്ട് സാറേ. എന്തായി കുട്ടിയുടെ ശരിക്കും ഇന്നാളെ ഇതേപോലെ അല്ല. നമസ്കാരം. പെരിന്തൽമണ്ണ മുള്ളിയാക്കുറിശ്ശിയിൽ നിന്ന് വരുന്നത് കേരള ജനതയെ ഞെട്ടിക്കുന്ന കരളലിയിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. 6 വയസ്സുള്ള ഓട്ടിസം ബാധിതനായ ഒരു കുട്ടിയെ രണ്ടാനമ്മയായ അധ്യാപിക മർദ്ദിച്ചു എന്ന വാർത്തയാണ് നിലവിൽ വരുന്നത്. നമ്മളോടൊപ്പം കൂടുതൽ വിവരങ്ങളുമായി കുട്ടിയുടെ മുത്തച്ഛൻ അബ്ദുൽ സമദ് ചേരുകയാണ്. ഏകദേശം എന്നാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്? നടന്നത് ജൂൺ 2-ാം തീയതിയോ 3-ാം തീയതി ആയിരിക്കും. പക്ഷേ ഞങ്ങൾ കാണുന്നത് ജൂൺ 4-ാം തീയതിയാണ് സ്കൂളിൽ ചെന്നപ്പോൾ കാണാൻ പറ്റി. അന്ന് സ്കൂൾ അധികൃതരോട് നമ്മൾ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചില്ല. അവിടുത്തെ പ്രധാന അധ്യാപകൻ പറഞ്ഞു നിങ്ങൾക്ക് കുട്ടീനെ കാണിച്ചു തരുന്നതെന്ന് വരെ കുട്ടിയുടെ വാപ്പ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടീനെ കാണിച്ചു തന്നു. നിങ്ങൾ അപ്പം പറഞ്ഞു സാറേ നിങ്ങൾ മാഷന്മാരാരെങ്കിലും കൂടെ പോകുന്നുള്ളൂ, കാരണം ഇത് ഉമേറയോട് ചോദിച്ചപ്പോൾ ഉമേറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ കുട്ടീനെ തരില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. ചൈൽഡിൽ വിളിച്ചപ്പോൾ അന്ന് അവർ ഫോണ് കണക്റ്റ് ആയില്ല. പിറ്റേ ദിവസം ചൈൽഡിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഞങ്ങൾ സ്കൂളിൽ പോയി. അപ്പോൾ ഉമേറയും കുട്ടിയും സ്കൂളിൽ വന്നിട്ടില്ല. അങ്ങനെ ഉമേറാൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ കുട്ടീനായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്, വടപുറത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എപ്പോഴാണ് അവിടേക്ക് എത്തി എന്നുള്ളത് അറിയില്ല. കാരണം പിറ്റേ ദിവസം ഇവിടുന്ന് എരവിമംഗലത്ത് നിന്ന് സ്കൂളിൽ വന്നിരുന്നു. അത് അവരെ വീട്ടുകാരെന്തൊക്കെ പ്രശ്നം ചോദിച്ച് പറഞ്ഞയച്ചാണെന്ന് പിന്നീട് മനസ്സിലായി. അവർ പിന്നെ കുട്ടിയുടെ വാപ്പാൻ്റെ ജ്യേഷ്ഠന്മാരും ഇവരൊക്കെ അന്വേഷിച്ചപ്പോൾ അവൾ ഇങ്ങനെ സമ്മതിച്ചിട്ട് കുറ്റം സമ്മതിച്ച് അവൾ വീട്ടിൽ കൊണ്ടാക്കിയതാണ് എന്നാണ് അറിഞ്ഞു. തീപ്പൊള്ളിയെ വാരിയൊക്കെ ഉണ്ട് സാറേ. എന്തായി കുട്ടിയുടെ ശരിക്കും ഇന്നാളെ ഇതേപോലെ അല്ല. കുട്ടിയെ സംബന്ധിച്ച് ഇത്തരം അനുഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഈ ഇത്തരം ദുരാനുഭവങ്ങൾ ആദ്യ തവണയാണോ? മുമ്പ് ഇപ്പോൾ ഒരു 6 മാസത്തോളമായി നമ്മൾ കുട്ടീനെ നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യമാണ് ഇപ്പോൾ കോടതി വിധി പ്രകാരം നമുക്ക് കുട്ടീനെ കാണാൻ തരുന്നത്, നോക്കാൻ തരുന്നതും. അങ്ങനെ ഇപ്പോൾ ഇടയിൽ വരുമ്പോഴൊക്കെ പല പ്രാവശ്യമായിട്ട് മുറിവുകൾ ശരീരത്തിൽ കാണുന്നുണ്ട്. അത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വ്യക്തമായ മറുപടി അത് കുട്ടിയുടെ വാപ്പുള്ള സമയത്ത് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ നഷ്ടം, എൻ്റെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഷൗട്ട് ചെയ്യും, ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതിനൊരു വ്യക്തമായ മറുപടി തരാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതും അവരെ അറിവോടുകൂടെ ആയിരിക്കും എന്നുള്ളത്. പിന്നെ കുട്ടിയുടെ വാപ്പ ഗൾഫിൽ പോയതിന് ശേഷമാണ് ഇപ്പോൾ ഇത് മുറി അല്ലെങ്കിൽ സ്കൂളിൽ വന്നപ്പോൾ കാണാൻ പറ്റിയത്. കാരണം നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ കാണുന്ന ചിലപ്പോൾ മുറിവ് മാറിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇതുണ്ടാവും. പക്ഷേ നമ്മൾ കാഴ്ചയിൽ പെട്ട കുറേ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. കുട്ടിക്ക് ഈ പരിക്ക് പറ്റിയെന്ന് അറിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ ഏതാണ്ട് 8-ാം തീയതി രാത്രി 8 മണിൻ്റെയും 9 മണിൻ്റെയും ഇടയിൽ കുട്ടിയുടെ വാപ്പാൻ്റെ 2 ജ്യേഷ്ഠന്മാരും 2 പെങ്ങന്മാരും ഒരു പെങ്ങളെ ഭർത്താവും കൂടെ നമ്മളെ വീട്ടിൽ കൊടുന്നാക്കി പോവുകയാണ് ഉണ്ടായത്. ഈ കുട്ടിയുടെ വാപ്പാൻ്റെ പേര് മുഹമ്മദ് ഷമീർ, സൺ ഓഫ് അംസ, എരവിമംഗലം. ഈ കുട്ടീനെ 2 ആഴ്ച കൂടുമ്പോൾ കിട്ടുമ്പോഴും പലപ്പോഴായി വരുമ്പോഴൊക്കെ കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളും തലയിലും പിന്നെ മൂക്കിൽ ചുണ്ടിൽ നുള്ളിയ പാടുകളുണ്ട്. പിന്നെ മൂക്കിൽ എന്തോ തട്ടിയ പാടുകളൊക്കെ, നീലശ കളറുകൾ, കണ്ണിന് ഒക്കെ കുറേ പരിക്കുകളുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് മറുപടി അവർ തരുന്നില്ല. അവ എന്തെങ്കിലും പറ്റുന്ന അന്ന് ദിവസം ഈ ഉമേറയൊക്കെ ആദ്യത്തിലുള്ളൊരു മോളുണ്ട്, അവളെ കൊണ്ടാണ് കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുവരല്. നമ്മൾ കുട്ടീനെ കൊണ്ടുപോകാൻ ചെല്ലുമ്പോൾ എന്നൊക്കെയാണ്. അപ്പം ഇതിൽ ഈ കുട്ടിയുടെ ഇപ്പം നമ്മൾ
ഈ പരിക്കും അതും കൂടിയും വെച്ച് കൂട്ടുമ്പോൾ അപ്പോൾ ഈ വാപ്പ ഉണ്ടായിരുന്ന സമയത്തും വാപ്പാൻ്റെ അറിവോടാണ് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കുട്ടിയുടെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം പിതാവ് രണ്ടാം വിവാഹം കഴിച്ചു. ആ സമയം മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അടുത്ത കാലത്താണോ ഇത്തരം പ്രശ്നങ്ങൾ തുടങ്ങിയത്? വിവാഹം കഴിച്ച ഉടനെയൊന്നും പ്രശ്നം ഉണ്ടായില്ല. വിവാഹം കഴിക്കുന്ന സമയത്ത് കുട്ടി ഞങ്ങളുടെ അടുത്തായിരുന്നു. കുട്ടിക്ക് 4 വയസ്സായപ്പോഴാണ് അവർ കേസ് കൊടുത്ത് കൊണ്ടുപോയത്. 3 വയസ്സായപ്പോഴാണ് കുട്ടിക്ക് ഓട്ടിസമാണെന്ന് അറിഞ്ഞത്. 3 വയസ്സായിട്ടും സംസാരിക്കാതിരുന്നപ്പോൾ സൈക്കോളജിനെ കാണിച്ചപ്പോൾ അവരാണ് മൗലാനിയിലെ ആസിയ മാം, അവരാണ് കുട്ടിക്ക് ഓട്ടിസമെന്ന് അറിയിച്ചത്. അങ്ങനെ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്മ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് എന്ന് പറഞ്ഞിടത്ത് തെറാപ്പിക്ക് കൊണ്ടുപോയിരുന്നു. തെറാപ്പി കണ്ടിന്യൂ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 2023 ജനുവരിയിൽ കുട്ടിയുടെ വാപ്പ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് 2 മാസത്തോളം അവൻ കുട്ടിയുടെ കാണാൻ വരെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ തെറാപ്പി സെൻറ്ററിൽ വന്ന് റിപ്പോർട്ട് എന്തൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾക്കറിയാൻ മനസ്സിലായി. അങ്ങനെ കേസ് കൊടുത്ത് കുട്ടിയുടെ ഉമ്മല്ലാത്ത സ്ഥിതിക്ക് വാപ്പാക്കാണ് കുട്ടിയുടെ കസ്റ്റഡി കിട്ടുക. കുടുംബ കോടതിയിൽ നിന്ന് കേസ് കോംപ്രമൈസായി കൗൺസിലർ മുഖേന എഗ്രിമെൻ്റ് എഴുതിയിട്ട് എല്ലാ ആഴ്ചയും കുട്ടീനെ നമുക്ക് നമ്മൾ വന്ന് കൊണ്ടുപോകും. അവരെ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് അവർ തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെയുള്ള ഇതിലെ എഗ്രിമെൻറ്റിലായിരുന്നു കോടതി ഓർഡറായത്. അപ്പോൾ ഒരു 10 മാസത്തോളം ഞാൻ അമ്മയിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ എക്സ്പെൻസ് വൗച്ചർ എൻ്റെ ഉണ്ടായിരുന്നു. ആ പൈസ കണക്ക് കൂട്ടിയിട്ട് അവർ തരാമെന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഓർഡർ ഉണ്ട് 1,54,000 സംതിങ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ആ പൈസ ഈ എൻ്റെ മോൾക്ക് പൈസ കെട്ടി 6 ലക്ഷം ഉറുപ്പിക കൊടുത്തിരുന്നു. അവൻ്റെ ജ്യേഷ്ഠൻ വന്ന് വാങ്ങിച്ചുകൊണ്ട് ഈ സ്കൂളിൽ. എൻ്റെ മോള് പോസ്റ്റിലാണ് ഇപ്പോൾ 2ാമത് കല്യാണം കഴിച്ച ഉമേറ ജോലി ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് മോൾ മരിച്ച ഉടനെ തന്നെ അവർ മരിച്ച് 20 ദിവസമായപ്പോൾ തന്നെ അവർ വിവാഹം കഴിച്ച് ആ പോസ്റ്റിൽ ഉമേറ അതിൽ കയറ്റി എത്തി. ആ പൈസയും തന്നിട്ടുണ്ടായില്ല. അപ്പോൾ ആ പൈസ ഇത് കുറേശ്ശെ തെറാപ്പിക്ക് വേണ്ടി ചോദിച്ചത് കാരണമാണ് കേസ് കൊടുത്തു കൊണ്ടുപോയത്. കേസ് കൊടുത്തു കൊണ്ടുപോയിട്ട് അന്ന് കുട്ടിയുടെ പിതാവ് നാട്ടിലിട്ട് അപ്പോൾ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇടയ്ക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇതേപോലെ അത് പിന്നെ കോടതി ഓർഡർ ലംഘിച്ചു, തീരെ തരാതൊക്കെ ആയി. അപ്പോൾ വീണ്ടും കേസ് കൊടുത്തു. അങ്ങനെ അത് മാസത്തിൽ 2 പ്രാവശ്യമാക്കി. അത് പിന്നെ മീഡിയേറ്റർ മുഖേന വീണ്ടും കേസ് കോംപ്രമൈസായിട്ട് മാസത്തിൽ 2 പ്രാവശ്യമാക്കിയിരുന്നു. അങ്ങനെ ഈ സ്കൂൾ വെക്കേഷന് മെയ് 1-ാം തീയതി ഞങ്ങൾ കുട്ടീനെ കൊടുന്ന് 10-ാം തീയതി തിരിച്ച് കൊണ്ടുപോയി കൊടുത്താണ്. പിന്നീട് ഞങ്ങൾക്ക് ജൂൺ 2nd വീക്കിലാണ് കുട്ടീനെ കിട്ടുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു 10-35 ദിവസത്തെ ഗ്യാപ്പ് വന്നു. അപ്പോൾ ഈ പെരുന്നാളായപ്പോൾ എൻ്റെ അനുജം വന്നിരുന്നു ഗൾഫിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ കുട്ടീനെ കണ്ടിട്ട് പിന്നെ കുറേ ദിവസമായി. അങ്ങനെ പെരിന്തൽമണ്ണ പോയപ്പോൾ അങ്ങനെ സ്കൂളിൽ പോയി. സ്കൂൾ ചെന്നപ്പോഴാണ് ജൂൺ 4-ാം തീയതി സ്കൂൾ ചെന്നപ്പോഴാണ് ഈ കുട്ടിയുടെ ഈ അവസ്ഥ കണ്ടത്. അപ്പോൾ അവിടുത്തെ പ്രധാന അധ്യാപകനോട് കുട്ടീനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചില്ല. അവരുടെ മാഷന്മാരാരെങ്കിലും നിങ്ങൾ കൂടെ വന്നോളി. ഇത് ഉമേറാനോട് ചോദിച്ചപ്പോൾ കൊണ്ടുപോയിട്ടില്ല, അവളെ അറിയില്ല എന്ന് പറഞ്ഞിരിക്കണം എന്നൊക്കെ സ്കൂളിൽ നിന്ന് പറഞ്ഞു. അവർ കുട്ടീനെ തരാതെ അപ്പോൾ ഞങ്ങൾ ബലം പിടിച്ച് കൊണ്ടുപോകാനും ശ്രമിച്ചില്ല. ഞങ്ങൾ തിരിച്ചു പോന്നു. അത് ഞങ്ങൾ ചൈൽഡിൽ കംപ്ലയിൻറ്റ് കൊടുത്തു, ചൈൽഡ് ലൈനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് തിരിച്ച് പിറ്റേ ദിവസം വീണ്ടും ഞങ്ങൾ സ്കൂളിൽ ചെന്നപ്പോൾ ഉമേറയും കുട്ടിയും സ്കൂളിൽ എത്തിയിട്ടില്ല, ലീവിലാണെന്ന് അറിഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച ജൂൺ 6-ാം തീയതി ഞങ്ങൾ മഞ്ചേരിയിൽ ചെന്ന് പിന്നെ ചൈൽഡ് ലൈനിൽ അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അവർ അന്വേഷണ റിപ്പോർട്ട് പ്രകാരമാണ് അവർ റിപ്പോർട്ട് പിന്നെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു. അവിടുന്ന് അത് വരാൻ വൈകിയതാണ് ഇത്ര താമസിച്ചത്. ഇപ്പോൾ സംഭവം നടന്നിട്ട് 1.5 മാസത്തോളമായി. രണ്ടാനമ്മ ക്രൂരമായി മർദ്ദിക്കുമ്പോഴും പിതാവ് കുട്ടിയുമായി സ്നേഹത്തിലാണോ, അതല്ലെങ്കിൽ പിതാവിൻ്റെ അറിവോട് കൂടെയാണോ ഇത്തരം ആക്രമണങ്ങളൊക്കെ നടക്കുന്നത്? പിതാവ് ഇപ്പോൾ നാട്ടിലുള്ളപ്പോഴും നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ കുട്ടീനെ കൈമാറുമ്പോൾ ഇടയ്ക്കൊക്കെ കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളും ചതവുകളും കാണപ്പെട്ടിട്ടുണ്ട്. തലയിലും മറ്റേ മൂക്ക്, കണ്ണ് ഇതിലൊക്കെ പോയിട്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതിനെക്കുറിച്ച് അവരോട് കുട്ടിയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ മരുമകൻ ഷമീറിനോട് ചോദിക്കുമ്പോൾ
വ്യക്തമായിട്ട് മറുപടി തരാറില്ല. ആ സമയത്ത് ചോദിച്ചാൽ നമ്മൾ ഷൗട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ എന്താടാ എനിക്ക് എൻ്റെ കുട്ടിയല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കയ്യും കാലും തച്ചു കൊടുക്കും. അങ്ങനെ ആവശ്യ വാക്കുകളൊക്കെ ഒരുപാട് എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോഴൊക്കെ അധികം കേൾക്കാറുണ്ട്. നമ്മളതൊക്കെ ക്ഷമിച്ചതാണ്. പക്ഷേ ഈ കുട്ടീനെ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് സങ്കടമുണ്ട്. കാരണം ഉമ്മല്ലാത്ത കുട്ടീനെ രണ്ടാമത് നോക്കാമെന്നില്ല കരാറിലാണല്ലോ ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുക. എന്നിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അത് വലിയ വിഷമമാണ്. അതുകൊണ്ട് അവർക്ക് തക്കതായ ശിക്ഷ നമ്മളെ നിയമത്തിനനുസൃതമായി കിട്ടണം എന്നുള്ളത് വേണം. അങ്ങനെയാണ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കേസ് FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം കുട്ടി രണ്ടാനമ്മ ഒളിവിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഈ ഒരു കേസിൽ കുറ്റാരോപിതയായ വ്യക്തി ഒരു അധ്യാപികയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ കുട്ടി പോലും സുരക്ഷിതയല്ല. അപ്പോൾ ആ ആള് പഠിപ്പിക്കുന്ന മറ്റു കുട്ടികളും സുരക്ഷിതമാവാൻ സാധ്യതയില്ല. എങ്ങനെയാണ് അതിനോടുള്ളൊരു പ്രതികരണം? ഇനി ഇപ്പോൾ ആ സ്കൂളിൽ ഈ അധ്യാപകയെ തുടർന്ന് വെക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എൻ്റെ സ്വന്തമായിട്ട് അഭിപ്രായം അവിടുത്തെ നാട്ടുകാരും കൂടി അതിന് യോജിച്ച് PTA മീറ്റിംഗ് വിളിച്ചിട്ട് വ്യക്തമായ തീരുമാനത്തിൽ എത്തണം എന്നുള്ളതാണ് എനിക്ക് പറയല്ലേ. കാരണം ഒരു ടീച്ചറുമായ ഒരു രണ്ടാനമ്മ കുട്ടി സംസാരിക്കാൻ വയ്യാത്ത കൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്രയും ധൈര്യത്തിൽ കുട്ടീനെ ഉപദ്രവിക്കുന്നത്. അല്ലെങ്കിൽ 6 വയസ്സായ കുട്ടിക്ക് എന്തെങ്കിലും പറയാൻ വയ്ക്കുന്നതാണ് ഈ തിരക്കില്ല. ഇത് കുട്ടിക്ക് ഒന്നും പറയാൻ വയ്യാന്നുള്ള ധൈര്യത്തിലാണ് ഇപ്പോൾ ഇത്രയും ചെയ്തിക്കുക. അതുകൊണ്ട് അവർ ഇനി ആ ജോലിയിൽ തുടർന്ന് പോകണമെന്നോ അല്ലെങ്കിൽ വെക്കണം എന്നുള്ളതോ അവിടുത്തെ സ്കൂൾ അതിർക്കുന്നത് അവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതും അവിടുത്തെ PTA മീറ്റിംഗ് വിളിച്ചിട്ട് അവിടുത്തെ നാട്ടുകാരാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ വിളിച്ചിട്ട് അതിന് വ്യക്തമായ തീരുമാനം നാട്ടുകാരെ കൂടി അനുകൂലിച്ച് എടുക്കണം എന്നല്ല എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഒരു അപ്ഡേഷൻ എന്താണ്? ആൾക്കെതിരെ വകുപ്പ് തല അന്വേഷണം മറ്റോ വരാനുള്ള സാധ്യതകളുണ്ടോ? കേസിൻ്റെ പുതിയ അപ്ഡേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. അവർ 2-ാം തീയതി കേസ് രജിസ്റ്റർ ചെയ്തതാണ്. ഇതുവരെ ഈ ഉമൈറ എന്ന നമ്മൾ പ്രതി എന്ന് സംശയിക്കുന്ന ഉമൈറ ഒളിവിലാണ്. അപ്പോൾ അത് അവർ മിക്കവാറും പുറത്ത് വരുമായിരിക്കും. വരാതിരിക്കാൻ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പോലീസ് സംവിധാനത്തിൽ അതിന് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അവർ വരാതെ നമുക്ക് പുതിയ അപ്ഡേഷനൊന്നും കിട്ടിയിട്ടില്ല. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചുമുള്ള കരളലിയിപ്പിക്കുന്ന വാക്കുകൾ മാത്രമാണ്. ഇനിയൊരു കുട്ടിക്കും ഇത്തരം ദുരവസ്ഥ ഉണ്ടാവരുതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നത്. ഇത്തരം ഒരു ദുരവസ്ഥ നേരിടുമ്പോഴും ഈ ഒരു കേസിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാവുമെന്ന് തന്നെയാണ് ഈ ഒരു കുടുംബവും പ്രതീക്ഷിക്കുന്നത്. മുള്ളിയാകുറിശ്ശിയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.